ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ഓപ്പൺ ചെയ്ത്. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞ ഓപ്പൺ ചെയ്താ? ഇതല്ലേ? അതെ. ഇവിടെ ഞാൻ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളായിട്ടൊന്ന് പറയണത്. ഏറ്റവും മോളിൽ പോയി അതായത് ക്യാമ്പയിന്റെ സെറ്റിംഗ്സ് എടുക്കാം. റൈറ്റ് സൈഡ് മുകളിൽ പോട്ടെ, റൈറ്റ് സൈഡ് മുകളിൽ, റൈറ്റ് സൈഡ് മുകളിൽ, റൈറ്റ് സൈഡ് മുകളിലേക്ക് പോട്ടെ, റൈറ്റ് സൈഡ് അഗൈൻ. ഇതല്ലേ? ഇതിലല്ല വരണ്ടേ? നിങ്ങൾ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് റൈറ്റ് സൈഡ് മുകളിൽ. പിന്നെ എന്തിനാ നിങ്ങൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തത് എനിക്കറിയില്ല. ക്യാമ്പയിൻ സെറ്റിംഗ്സ് ഞാൻ ക്ലിക്ക് ചെയ്യാനും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് റൈറ്റ് സൈഡ് മുകളിൽ പോകാനാണ് പറഞ്ഞത്. നിങ്ങൾ അത് ലെഫ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്യാണ്. ഞാൻ പറയണു ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ഓപ്പൺ ചെയ്യുക, റൈറ്റ് സൈഡ് മുകളിൽ പോകാം. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ക്യാമ്പയിൻ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. അവിടെ നിങ്ങളെ ബിഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ബിഡിംഗ് നിങ്ങൾ ചെയ്തിട്ടില്ല. അതേപോലെ അവിടെ അഡീഷണൽ സെറ്റിംഗ്സ് ഉണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് അഡീഷണൽ സെറ്റിംഗ്സ് താഴേക്ക് ബിഡിംഗ് സ്റ്റാർട്ട് ഡേറ്റ്, കീവേഡ് മാച്ച് ഉണ്ട്. അത് നിങ്ങൾ ആ ബിഡിംഗ് ഞാൻ പറഞ്ഞ പോലെ ആക്കണം കേട്ടോ. അത് കുഴപ്പമില്ല, അത് ക്ലോസ് ചെയ്ത് തരും. അത് ക്ലോസ് ചെയ്യാം. അല്ല, അത് ക്ലോസ് ചെയ്തോളൂ, അതും കുഴപ്പമില്ല, അത് ക്ലോസ് ചെയ്യാം. ഇനി സ്ക്രീനിന്റെ ലെഫ്റ്റിൽ കണ്ടോ? സ്ക്രീനിന്റെ ലെഫ്റ്റില് ക്ലിക്ക് ചെയ്യില്ല കേട്ടോ പ്ലീസ്. ആ അസറ്റ് ക്ലിക്ക് ചെയ്ത്, അസറ്റ് താഴെ അസറ്റ്സ്. അത് തന്നെ. അവിടെ ക്ലിക്ക് ചെയ്ത് ഒന്നും കൂടി സ്ക്രീനിന്റെ ലെഫ്റ്റില് ഓഡിയൻസ്, കീവേഡ് ആൻഡ് അല്ലെങ്കിൽ ഇത് മതി. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഒന്നും കൂടി സ്ക്രീനിന്റെ ലെഫ്റ്റിൽ ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റിൽ അവിടെ ക്ലിക്ക്, അതന്നെ. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം PPC ട്രെയിനിങ് ഓപ്പൺ ചെയ്യാം. അതിന്റെ സ്ക്രീനിൽ ലെഫ്റ്റിൽ അസറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അസറ്റ്സ് ഞാൻ നിങ്ങൾ ഇന്നലെ ഒരു അസറ്റ് പറഞ്ഞായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ അസറ്റാണ് കോൾ ഔട്ട് എക്സ്റ്റൻഷനും കോൾ എക്സ്റ്റൻഷനും പറഞ്ഞായിരുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു എക്സ്റ്റൻഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ് എന്ന് പറയും. എല്ലാവരും അത് എഴുതിയെടുക്കുക. സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ്. ആ സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ് ക്ലിക്ക് ചെയ്തോളൂ. സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ് അവിടെ പ്ലസ് അടിക്കുക. അവിടെ പ്ലസ് അടിച്ചിട്ട് അവിടെ സെലക്ട് ഹെഡർ ടൈപ്പ് ഉണ്ടോ? അതിന്റെ താഴെ തൊട്ട് ഹെഡർ ടൈപ്പാ. നമുക്ക് ഇപ്പൊ അവർ ക്ലിക്ക് ചെയ്തോളൂ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമുക്ക് അവിടെ കോഴ്സസ് കൊടുക്കാം. ക്ലിയർ ആയ? അവിടെ കോഴ്സസ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പഠിപ്പിക്കുന്ന കോഴ്സസ് ആണ്. അവിടെ കോഴ്സസിന്റെ അവിടെ വാല്യൂസ് ഉണ്ടാവും. അവിടെ ടൈപ്പ് ചെയ്യുക ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അവിടെ ടൈപ്പ് ചെയ്യുക ഡിജിറ്റൽ മാർക്കറ്റിംഗ്. വെരി ഗുഡ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത് രണ്ടാമത്തെ കോഴ്സിനോ ടൈപ്പ് ചെയ്യുക ബിസിനസ് അനലിസ്റ്റ്. ബിസിനസ് അനലിസ്റ്റ്. മൂന്നാമത്തെ ബിസിനസ് അനലിസ്റ്റ്. മൂന്നാമത്തെ ടൈപ്പ് ചെയ്യുക വെബ്സൈറ്റ് ഡിസൈൻ.
സൈറ്റ് ഡിസൈൻ, DE, DE. ഓക്കെ, അവിടെ കണ്ട റൈറ്റ് സൈഡിലെ പ്രിവ്യൂ ഉണ്ടോ? റൈറ്റ് സൈഡിൽ പ്രിവ്യൂ അവിടെ കണ്ട കോഴ്സസ് കാണിച്ചിട്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ 1ന്റെയും 2ന്റെയും കൂടെ അത് കാണിക്കും. അതിനെയാണ് പറയണേ സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ്. സേവ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അവിടെ കാണിക്കാവുന്ന വേറൊരു കോൾ ഔട്ട് ആണ് സൈറ്റ് ലിങ്ക് എന്ന് പറയും. ഇതെല്ലാവർക്കും മനസ്സിലായോ? സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ്. അടുത്ത വെരി ഗുഡ്. അടുത്തതാണ് സൈറ്റ് ലിങ്ക്. സൈറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യാം. എന്താണ് സൈറ്റ് ലിങ്ക് എന്ന് പറയാം? സൈറ്റ് ലിങ്ക് നിങ്ങൾ എന്റെ മോളിൽ മൗസ് കൊണ്ടുപോയതാണ്. സൈറ്റ് ലിങ്ക് പയ്യെ മതി. വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കുമല്ലോ. സൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ അതന്നെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കാം. അവിടെ നിങ്ങൾ പ്ലസ് അടിക്കുക. കണ്ടോ? സൈറ്റ് ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം കോണ്ടാക്ടേഴ്സ്. അതിന് തൊട്ട് താഴെ എഴുതാ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് സൂൺ. നെക്സ്റ്റ് ബാച്ചിന്റെ സ്പെല്ലിംഗ് നോക്കാം. നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് സൂൺ. അവിടെ വേണം എഴുതിക്കോ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇനി നിങ്ങൾ മുകളിൽ ചെന്നിട്ട് വേറൊരു ടാബ് ഓപ്പൺ ചെയ്തേ. മുകളിൽ ചെന്നിട്ട് വേറൊരു ടാബ് ഓപ്പൺ ചെയ്യുക. അതിന്റെ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന സൈറ്റ് എടുക്കുക. സൈറ്റ് എടുത്തിട്ട് അതിന്റെ കോണ്ടാക്ടേഴ്സ് പേജ് ഓപ്പൺ ചെയ്യുക. കോപ്പി ചെയ്യുക. എന്നിട്ട് താഴെ പേസ്റ്റ് ചെയ്യുക. കണ്ട? അപ്പൊ നമ്മുടെ ആഡിന് ഞാൻ നിങ്ങളെ ആഡ് എടുക്കുമ്പോ ഇനി നിങ്ങൾ വേറൊരു ടാബ് ഓപ്പൺ ചെയ്തേ. മുകളിൽ വേറൊരു ടാബ് ഓപ്പൺ ചെയ്യാം. ഗുഡ്. അവിടെ സെർച്ച് ചെയ്ത് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി സെർച്ച് ചെയ്യാം. ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. അവിടെ നിങ്ങൾ ആദ്യത്തെ അതാണ് കണ്ട? നിങ്ങൾ മൗസ് കാണിച്ചിട്ടുണ്ടോ അവിടെ? അതാണ് സൈറ്റ് ലിങ്ക്. കണ്ടോ? ക്ലിയർ ആയ എല്ലാവർക്കും? അതാണ് സൈറ്റ് ലിങ്ക് എന്ന് പറയാ. നിങ്ങൾക്ക് ആഡുമ്പോ തന്നെ തൊട്ട് താഴെ കാണിക്കുന്നതാണ് സൈറ്റ് ലിങ്ക്. ഇനി നിങ്ങൾ അവിടെ വേണമെങ്കിൽ മോളിൽ കല്യാൺ ഡെവലപ്പേഴ്സ് സെർച്ച് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. കല്യാൺ ഡെവലപ്പേഴ്സ്. അവിടെ ആദ്യം ആഡ് ഉണ്ടോ? ക്ലിക്ക് ചെയ്യില്ലേ? എന്താ ധൃതി? ക്ലിക്ക് ചെയ്യില്ലേ? വെയിറ്റ്. ഓർഡർല പ്ലീസ്. അവിടെ നിങ്ങൾ ആഡ് കണ്ടു, റൈറ്റ്? ആഡ് കണ്ടു. ആഡിന്റെ താഴെ കൊച്ചി എന്ന് കണ്ടോ? അത് സൈറ്റ് ലിങ്കാ. ആഡിന്റെ താഴെ കൊച്ചി എന്ന് കണ്ടോ? കൊച്ചിയിലേക്ക് മൗസ് പോരട്ടെ പ്ലീസ്. ക്ലിക്ക് ചെയ്യരുത്, മൗസ് വരട്ടെ. അതാണ് സൈറ്റ് ലിങ്ക്. കൊച്ചി എന്ന് എടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ടോ വി ഹാവ്? അതാണ് നമ്മൾ അവിടെ ഡിസ്ക്രിപ്ഷൻ 1 ഉം 2 എഴുതിയത്. മനസ്സിലാത്ത സൈറ്റ് ലിങ്ക് ആണത്. ഇങ്ങനെ നിങ്ങൾ സൈറ്റ് ലിങ്ക് കാണും. ചില സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിലും അത് കാണിക്കില്ല അവിടെ. വീണ്ടും ആഡിലേക്ക് പോയി തൊട്ട് മുകളിൽ പോട്ടെ. നമ്മുടെ അത് ഗൂഗിൾ ആഡിന്റെ അവിടേക്ക് പോട്ടെ. അതല്ല, ഗൂഗിൾ ആഡ് എന്ന് പറഞ്ഞ ടാബിലേക്ക് പോട്ടെ. അതെ, കാരണം അവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ 1 ഉം ഡിസ്ക്രിപ്ഷൻ 2 ഉം ചില സാഹചര്യത്തിൽ കാണിക്കുക, ചില സാഹചര്യത്തിൽ ലിങ്ക് മാത്രമേ കാണിക്കൂ.
അതാണ് ഞാൻ നിങ്ങളെ ലിങ്ക് മാത്രം കാണിച്ച സാഹചര്യം കാണിച്ചത്, അതിന് ഡിസ്ക്രിപ്ഷൻ 1ഉം 2ഉം കാണിച്ചത്. എല്ലാവരും ക്ലിയർ ആയോ? സൈറ്റ് ലിങ്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ നമ്മുടെ ഒരു ആഡും പ്രധാനപ്പെട്ട ലിങ്കുകൾ നമുക്ക് കാണിക്കാം. അപ്പൊ ചിലപ്പോൾ ആഡും അവർ മെയിൻ ലിങ്കിൽ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ സൈറ്റ് ലിങ്കിൽ നമ്മുടെ സൈറ്റിൽ വേറെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് അങ്ങടേക്ക് പോവാം. വീണ്ടും നിങ്ങൾ നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത മോഡിൽ ഓൾറെഡി ഓപ്പൺ ആണ്, അതൊന്നും കൂടി ഓപ്പൺ ചെയ്യാം. അത് തന്നെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എബൌട്ട് എന്ന് പറഞ്ഞ പേജ് ക്ലിക്ക് ചെയ്ത് എബൌട്ട് ആ URL കോപ്പി ചെയ്യാം. വീണ്ടും നമ്മുടെ ആഡുമേക്ക് വരട്ടെ. സൈറ്റ് ലിങ്ക് 2. അവിടെ എബൌട്ടസ് ഇട, എബൌട്ടസ് എവിടെ? അവിടെ തന്നെ സൈറ്റ് ലിങ്ക് ടെക്സ്റ്റിന്റെ അവിടെ എബൌട്ടസ്. URL അല്ലേ കൊടുക്കേണ്ടത്? നിങ്ങള് സൈറ്റ് ലിങ്ക് ടെക്സ്റ്റ് കണ്ടോ? ആ, അവിടെ എബൌട്ടസ്. അത് മൊത്തം ഡിലീറ്റ് ചെയ്യും. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഇത് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കിട്ടാൻ അവിടെ എബൌട്ടസ് ടൈപ്പ് ചെയ്യാം. എബൌട്ടസ് ആ, അങ്ങനെ. തൊട്ട് മുന്നോരം ചെയ്തത് നിങ്ങൾ മറന്നുപോയോ? എബൌട്ടസ്. അവിടെ എബൌട്ടസിന് അവിടെ കൊടുക്കുക ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾക്ക് അവിടെ ഒരു മിനിറ്റ് അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ 1 കൊടുത്താലും വരും, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കൊടുത്തില്ലെങ്കിൽ ആ സൈറ്റ് ലിങ്ക് ടെക്സ്റ്റും വരും. ആ ലിങ്ക് ടെക്സ്റ്റുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്കിലേക്കും പോകും. ആ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് താഴെ വേണ്ടി എഴുതിക്കോ ജോയിൻ നൗ. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സൈറ്റ് ലിങ്ക് താഴേക്ക് താത്ത സേവ് കൊടുക്കുക. 4 വരെ എത്ര വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പൊ സൈറ്റ് ലിങ്ക് ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? സൈറ്റ് ലിങ്ക് ക്ലിയർ സർ. ഓക്കെ. കോൾ ഔട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, കോള് പറഞ്ഞതാണ്, സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ് പറഞ്ഞു. നമുക്ക് ഇനി എൻക്വയറി തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ലീഡ് ഫോം. തൊട്ടിന് മോളിൽ ഒന്നും കൂടി ആ ഗൂഗിൾ നിർത്തി, ഗൂഗിൾ അടുത്ത് അത് ഗൂഗിളിന്റെ അവിടെ നിന്ന് ബാക്ക് വെയിറ്റ് ചെയ്യാം. ആ കല്യാൺ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ ആഡ് കണ്ടോ? അവിടെ ആഡുമ്പോ കോണ്ടാക്ടസ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് us കണ്ടോ? അത് നിങ്ങളത് പഠിച്ചിട്ടില്ല. അത് ക്ലിക്ക് ചെയ്തേ. അപ്പൊ ഒരു എൻക്വയറി ഫോം അവിടെ ഓപ്പൺ ആയി കണ്ടോ? എവരിബഡി ഈസ് ക്ലിയർ? ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. വീണ്ടും ആഡിലേക്ക് വരാം. ലീഡ് ഫോം അത് ശ്രദ്ധിക്കേണ്ട അത് കുറച്ച് ഇതാണ്. ആ പ്ലസ്മ ക്ലിക്ക് ചെയ്യാം. കണ്ട അവിടെ ആദ്യം തന്നെ ടു ക്രിയേറ്റ് എ ന്യൂ ലീഡ് ഫോം എക്സ്റ്റൻഷൻ അക്സെപ്റ്റ് ദ ടേംസ് ഓഫ് സർവീസ്. അത് ക്ലിക്ക് ചെയ്യാം. വ്യൂ ആൻഡ് അക്സെപ്റ്റ് ടേംസ് അല്ലേ? അവിടെ തൊട്ട് അത് ക്ലിക്ക് ചെയ്യാം. അക്സെപ്റ്റ് അടിക്കാം. ഓക്കെ. ഇനി ഹെഡ്ലൈൻ കൊടുക്കാം. വേണമെങ്കിൽ കൊടുക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ബിസിനസ് നെയിം കൊടുക്കുക ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്.
താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ലീഡിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. താഴേക്ക് വരാം. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ഫീൽഡാണ് കളക്ട് ചെയ്യേണ്ടത്? നെയ്യും കളക്ട് ചെയ്യണമെങ്കിൽ നെയ്യും അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തോളൂ. വേണ്ട, ഫുൾ നെയിം ആണോ? ഫസ്റ്റ് ഫുൾ നെയിം കൊടുത്തോളൂ. അതുപോലെ ഇമെയിൽ, അതുപോലെ ഫോൺ നമ്പർ. കണ്ട, ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഫോം ഇരിക്കുക. നമുക്ക് ഏതൊക്കെ ഡീറ്റെയിൽസ് വേണം അതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. അതിന് റൈറ്റ് സൈഡിൽ എൻ്റെ പ്രിവ്യൂ കാണുന്നുണ്ടോ? ഒന്നും കൂടി താഴേക്ക് താത്ത. താത്തിക്കോളൂ, പൈ താഴേക്ക് താത്ത. നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ കളക്ട് ചെയ്യാം കേട്ടോ. താഴേക്ക് താത്ത. കണ്ട, ഈ പ്രൈവസി പോളിസി URL. പ്രൈവസി പോളിസി URL എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് തന്നെ കൊടുക്കാം. മുകളിലത്തെ നമ്മുടെ വെബ്സൈറ്റ് എടുക്കാം. വെബ്സൈറ്റ് എടുത്തിട്ട് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ആ ആ ഇനി നമ്മൾ നേരത്തെ നിങ്ങൾ ആ കല്യാൺ ഡെവലപ്പേഴ്സിന്റെ മുകളിൽ ഒരു ഇമേജ് കണ്ടില്ലേ? അതെ, ആ ഇമേജ് ആ കല്യാൺ ഡെവലപ്പേഴ്സ് എടുത്ത് അവിടെ ആ കോൺടാക്ട് ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് ഇൻ ടച്ച് വിത്ത് അതിപ്പോ ക്ലിക്ക് ചെയ്യാം. അപ്പൊ റൈറ്റ് സൈഡിൽ കണ്ടോ 100 ഇയർ ഓൾഡ് ലെഗസി എന്ന് കണ്ടോ? ഒരു ബാനർ കണ്ടോ? ആ ബാനറിന്റെ മുകളിലോട്ടേക്ക് മൗസ് വരട്ടെ പ്ലീസ്. അതെ, ആ ബാനർ കണ്ട അടുത്ത് അപ്ലോഡ് ചെയ്യണം. ഇനി നമ്മുടെ ഗൂഗിൾ ആഡിലേക്ക് വരട്ടെ. ഈ ആഡ് ഇമേജ് കൊടുക്കുക. അപ്ലോഡ് കൊടുത്ത് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ എന്തെങ്കിലും ഒരു ഇമേജ് കൊടുക്കാം. അത് കൊടുത്തോളൂ. അത് അടുത്തെടുത്തോളൂ. വാട്സപ്പ് ഇമേജ് എടുത്തോളൂ. എന്തെങ്കിലും ഒരു ഇമേജ് കൊടുക്കാം. അത് കൊടുക്കും. ആ ഓണാഘോഷം, അടിപൊളി. അത് സെലക്ട് അടിക്കുക. സേവ് ചെയ്യാം. ഓക്കെ, ഇനി ക്രിയേറ്റ് ഫോം. ക്രിയേറ്റ് ഫോം സബ്മിഷൻ മെസ്സേജ്. കണ്ടോ, നമ്മൾ എൻക്വയറി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ടാ വേണ്ടത്. അവിടെ വേണമെങ്കിൽ കൊടുക്കാം താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് ദ ഡീറ്റെയിൽസ്. എല്ലാം അത്ര എഴുതാൻ പറ്റുന്നില്ല. അവിടെ എഴുതി താങ്ക് യു ഫോർ സബ്മിഷൻ എഴുതാം. താങ്ക് യു ഫോർ സബ്മിഷൻ. അപ്പൊ എൻക്വയറി സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താന്നുള്ളതാണ്. താങ്ക് യു 2 വേർഡായിട്ട് എഴുതാം. താങ്ക് യു ഫോർ സബ്മിഷൻ. അത് തന്നെ, ഗുഡ്. എന്നിട്ട് എഴുതാ വി വിൽ കോണ്ടാക്ട് യു സൂൺ. എൻക്വയറി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതായിരിക്കും പോവാം. വി വിൽ കോണ്ടാക്ട് യു സൂൺ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം. കോൾ ടു ആക്ഷൻ ക്ലിക്ക് ചെയ്തേ. നമുക്ക് അവിടെ വെബ്സൈറ്റ് ഉണ്ട്, ഡൗൺലോഡ് ഉണ്ട്, ലേൺ മോർ ഉണ്ട്, ഷോപ്പ് നൗ ഉണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ വിസിറ്റ് സൈറ്റ് കൊടുക്കാം. സൈറ്റ് കൊടുത്തിട്ട് നമ്മുടെ സൈറ്റിന്റെ URL അവിടെ പേസ്റ്റ് ചെയ്യുക. ആ കോൾ അവിടെ നമ്മുടെ വെബ്സൈറ്റിന്റെ URL വീണ്ടും അതന്നെ അതെടുത്തോളം മതി, കുഴപ്പമില്ല. സെലക്ട് കോൾസ് ടു ആക്ഷൻ ഫോർ. നമ്മുടെ കോൾ ടു ആക്ഷൻ വേണമെങ്കിൽ അപ്ലൈ നൗ എന്ന് കൊടുക്കുക. അപ്ലൈ നൗ. അതായാലും മതി. ലേൺ മോർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുത്തോളൂ. ഓക്കെ, കോൾ ടു ആക്ഷൻ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. കൊടുത്തിട്ട് പറയാം അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് സാമ്പിൾ കിട്ടും. അവിടെ അതിൻ്റെ അടുത്ത് തന്നെ.
കണ്ട എക്സ്റ്റൻഷൻ ടെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ദാറ്റ് ലൊക്കേറ്റഡ് അണ്ടർ യുവർ കോൾ ടു ആക്ഷൻ. കോൾ ലേൺ മോർ എന്ന് പറഞ്ഞാൽ ഫോർ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് എഴുതാണ്. അവിടെ എഴുതിക്കോ കോൾ ടു കോഴ്സ് ഡീറ്റെയിൽസ്. റൈറ്റ് സൈഡ് താഴേക്ക് താത്തിക്കോളും. സേവ് അടിക്കുക. എന്താണ് മനസ്സിലായോ? ലീഡ് ഫോം മനസ്സിലായോ? മനസ്സിലായി സാർ. ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ക്ലിയർ? ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് ഡേറ്റ എടുക്കണേന്ന് മനസ്സിലായല്ലോ. ക്യാമ്പയിൻ ചെയ്യാം, കോൾ ഔട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് നമ്മുടെ കോഴ്സിന്റെ ഒക്കെ പ്രൈസ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ തന്നെ ബാക്കിയുള്ള 1-2 എക്സ്റ്റൻഷൻസ് നിങ്ങൾ തന്നെ എല്ലാവരും ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ ബിസിനസ് നെയിം, അതുപോലെ ഇമേജ് എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ അത് ഇതിലേക്ക് വന്നിട്ടില്ല. നിങ്ങളുടെ ആഡ് ക്യാമ്പ് സൈറ്റ് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വരും. ക്യാമ്പയിൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അതിലേക്ക് വന്നോളൂ. ഓക്കെ. ഇനി അതിന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടൂളാണ് സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡ് കണ്ട ടൂൾസ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ടൂൾസ്. ആ ടൂൾസിൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കണ്ടോ? പ്ലാനിങ് അടയ്ക്ക് പോട്ടെ. ക്ലിക്ക് ചെയ്തോളൂ. കണ്ട നമുക്ക് അവിടെ കീവേഡ് പ്ലാനർ ഉണ്ട്, പെർഫോമൻസ് പ്ലാനർ ഉണ്ട്, റീച്ച് പ്ലാനർ ഉണ്ട്, അഡ്വർടൈസിങ് ആപ്പ് അഡ്വർടൈസിങ് ഹബ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ കീവേഡ് പ്ലാനർ ഉപയോഗിച്ച് നമുക്ക് ഏതൊക്കെ കീവേഡാണ് ആൾക്കാർ സെർച്ച് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ കീവേഡ് പ്ലാനർ ക്ലിക്ക് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ടൂളാണിത്. ഡിസ്കവർ ന്യൂ കീവേഡ്സ്. ക്ലിക്ക് ചെയ്യില്ലേ? ബാക്ക് ഒന്നും കൂടി എടുക്കുക. ടൂൾസ് ക്ലിക്ക് ചെയ്യുക. കീവേഡ് പ്ലാനർ എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പറയും ഡിസ്കവർ ന്യൂ കീവേഡ്. കണ്ട ഗെറ്റ് കീവേഡ് ഐഡിയാസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു റീച്ച് പീപ്പിൾ ഇൻട്രസ്റ്റഡ് ഇൻ. അതുപോലെ ഗെറ്റ് സെർച്ച് വോളിയം ആൻഡ് ഗെറ്റ് സെർച്ച് വോളിയം ആൻഡ് അതർ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽ പ്ലസ് ഫോർകാസ്റ്റ് ഹൗ ദേ കുഡ് പെർഫോം. അപ്പൊ ഡിസ്കവർ ന്യൂ കീവേഡിൽ കൊടുത്താൽ നമുക്ക് കീവേഡുമായി ബന്ധപ്പെട്ട ഐഡിയാസുകൾ കിട്ടും. നമ്മൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ SEO പഠിച്ചപ്പോൾ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. Enter a product or service closely related to your business. അപ്പൊ നമ്മുടെ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആണ് അല്ലെ. അപ്പൊ അത് ടൈപ്പ് ചെയ്യുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ടൈപ്പ് ചെയ്തോളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഇനി ഗെറ്റ് റിസൾട്ട് അടിക്കുക. താഴേക്ക് കണ്ടോ? അവിടെ കണ്ടോ? നമുക്ക് ഒരുപാട് ഐഡിയാസുകൾ തരും. ക്ലിയർ? ഇനി അവിടെ കീവേഡ് ബൈ റെലവൻസ് എന്നൊരു ഹെഡിങ് കണ്ടോ? കീവേഡ് ബൈ റെലവൻസ് ഒരു ഹെഡിങ് കണ്ടോ? മുകളിൽ തൊട്ട് മുകളിൽ ലെഫ്റ്റിലേക്ക് വിടാം. അവിടെ തന്നെ കണ്ട കീവേഡ് ബൈ റെലവൻസ്. അതിന്റെ താഴെ ലെഫ്റ്റിൽ അതെ. അത് കഴിഞ്ഞ ആവറേജ് മന്ത്ലി സെർച്ചസ് കണ്ടോ? അതെ. അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു ബോർഡർ മേക്ക് മൗസ് കൊണ്ടുവന്ന് അവിടെ അല്ല. കീവേഡ് ബൈ റെലവൻസും ആവറേജ് മന്ത്ലി അതാണ് റൈലേക്ക് നോക്കിക്കുക. മതി. അപ്പൊ നമ്മൾ കൊടുത്ത കീവേഡ് ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. അതൊക്കെ അവിടെ കിടന്നോട്ടെ. അതൊന്നും നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞ കീവേഡാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ അവർ പറഞ്ഞേക്കാണ് ആവറേജ് മന്ത്ലി സെർച്ചേഴ്സ് കണ്ട 100K to 1 million ആണ്. 10 ലക്ഷം സെർച്ച് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ മാത്രം. ക്ലിയർ ആയോ? നമുക്കത് അറിയാം. കൊടുത്തതിന്റെ കീവേഡ് ഹൈ കോമ്പറ്റീഷൻ ആണ്. ക്ലിയർ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മൾ ഏറ്റവും മുകളിൽ കൊടുത്തേക്കുന്നുണ്ട്. ഇന്ത്യ സെലക്ട് ഉണ്ട്. ഇന്ത്യ മൗസ് മുകളിലേക്ക് പോട്ടെ, നേരെ മുകളിലേക്ക് പോട്ടെ മൗസ്. അവിടെ ഇന്ത്യ എന്ന് കണ്ടോ? ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന സെർച്ച്, നമുക്ക് ഓരോ കീവേഡ് ഓരോ ലൊക്കേഷൻ വെച്ചിട്ട് ഇത് എത്ര കേരളത്തിൽ സെർച്ച് ചെയ്യുന്ന അറിയാം. അവിടെ കേരളം കൊടുത്ത് ഇന്ത്യ മാറ്റിയിട്ട് കേരള കൊടുക്കുക. അത് തന്നെ കേരള ടൈപ്പ് ചെയ്യുക. കേരളം വന്നിട്ടുണ്ട്, സെലക്ട് ചെയ്താൽ മതി. ഇനി ഇന്ത്യ ഡിലീറ്റ് ചെയ്ത് കളയാം.
ഗുഡ്. സേവ് അടിക്കുക. അപ്പൊ കേരളത്തിൽ എത്ര ഒരു മാസം 1K തൊട്ട് 10,000. ഫസ്റ്റ് കീവേഡിലേക്ക് വരാം. ഫസ്റ്റ് കീവേഡ് ഡിജിറ്റൽ. അതിന് മൗസ് മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഞാൻ നിങ്ങൾ ഒരേപോലെ ഇരിക്കും. ഞാൻ പറയണു നിങ്ങൾ മൗസ് വേറെ എവിടത്തേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കണക്ട് ആവില്ല. അപ്പോൾ ആവറേജ് മന്ത്ലി സെർച്ചസ് കണ്ടോ? അതെത്രയാ? 1K തൊട്ട് ഇത് 3 month ചേഞ്ച് അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഇയർ നല്ല ഇപ്പോഴും സെയിം കോമ്പറ്റീഷൻ ഉള്ളതാണ്. ടോപ്പ് ഓഫ് പേജ് ബിഡ് കണ്ട അതിന്റെ ഒരു ഏകദേശം ബിഡൊക്കെ കാണിച്ചിരിക്കുന്നതാണ്. ബിലോ ലോ റേഞ്ചിനാണ് 26. ഏറ്റവും അതിനൊരു ഹൈ റേഞ്ചിന് 75 രൂപ കൊടുക്കണം. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അത്ര ഹൈ കോമ്പറ്റീറ്റീവ് ആണ്. ഇനി അതിന്റെ താഴെ കുറെ കീവേഡുകൾ തന്നിട്ടുണ്ട്. കണ്ട കീവേഡ് ഐഡിയാസ്. നമുക്ക് വേണമെങ്കിൽ ഈ കീവേഡുകളൊക്കെ ഉപയോഗിക്കാം. അതാണ് അതുകൊണ്ട് കാണിക്കുന്നത്. കീവേഡ് ഐഡിയാസ് നമുക്ക് തരാണ്. എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ഒരു ക്ലയന്റ് ഉണ്ട്. അവിടെ നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഏതൊക്കെ കീവേഡാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സെർച്ച് ചെയ്യണമെന്നുള്ളത്. എന്താണ് കീവേഡ് പ്ലാനർ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഞാൻ നിങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാണ് പല ഭാഗങ്ങളും. നിങ്ങൾ തന്നെ കുറച്ചും കൂടി കോൺഫിഡൻസ് തരാനാണ് ഞാൻ അടുത്തടുത്ത ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം ക്യാമ്പയിനും ആഡ് ഗ്രൂപ്പും കീവേഡൊക്കെ മനസ്സിലായി, അല്ലെങ്കിൽ നെഗറ്റീവ് കീവേഡ് മനസ്സിലായി, കീവേഡ് മാച്ച് ഓപ്ഷൻസ് മനസ്സിലായി, എങ്ങനെ നല്ല കീവേഡ് കണ്ടെത്താന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. അതുപോലെ തന്നെ അസറ്റിൽ വേറെ ലീഡ് ഫോം മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ കാണിച്ചതെന്ന് കാണിച്ചത്. അപ്പം അങ്ങനെ അതൊക്കെ എല്ലാം കൂടി ഉപയോഗിച്ച് നിങ്ങൾ ക്യാമ്പയിൻ ചെയ്താലാണ് നിങ്ങൾ വിജയിക്കൂ. വീണ്ടും ആ മോളിൽ കീവേഡ് പ്ലാനർ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് അതല്ല അവിടെ അതിനോട് ചേർന്നിട്ടുണ്ട് കീവേഡ് പ്ലാനർ. റൈറ്റില് തൊട്ട് റൈറ്റില് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ വരിക്കും ഗെറ്റ് സെർച്ച് വോളിയം കിട്ടും. ആൻഡ് അതല്ല മറ്റ് പുതിയ നമ്മളൊരു കീവേഡ് നമ്മൾ കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീവേഡ് ഐഡിയാസുകൾ തരും. ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്ത് സെർച്ച് വോളിയം ഫോർകാസ്റ്റും അത് ക്ലിക്ക് ചെയ്ത് കണ്ട ഗെറ്റ് സെർച്ച് വോളിയം എൻ്റർ ഓർ പേസ്റ്റ് യുവർ കീവേഡ്. നിങ്ങൾ വീണ്ടും കൊടുത്തുള്ളൂ ഡിജിറ്റൽ മാർക്കറ്റ്. നമുക്ക് അവിടെ എല്ലാം ഇഷ്ടം പോലെ കീവേഡ് കൊടുക്കാം. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കൊടുത്തേ get started. ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കീവേഡിന്റെ ആയിരിക്കും കാണിക്കുക കേട്ടോ. ഒരു കീവേഡ് കൊടുത്തു. അപ്പൊ അവര് എന്താ March 24 അത് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ്. അത് പറഞ്ഞിരിക്കണേ 1K തൊട്ട് 1 billion. ഓക്കെ, ടോപ്പ് ഓഫ് പേജ് ബില്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന കീവേഡിന്റെ ഐഡിയാസ് ആണ് തരാം. അതാണ് സേവ്ഡ് കീവേഡ്. ഇനി അവിടെ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞ ഹെഡിങ് ഉണ്ടോ? അത് ക്ലിക്ക് ചെയ്ത് ഫോർകാസ്റ്റ് തൊട്ട് മുകളിലേക്ക് പോട്ടെ. അവിടെ ഫോർകാസ്റ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഫോർകാസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? 1 തൊട്ട് ഏപ്രിൽ കണ്ട അടുത്ത മാസത്തെ പറഞ്ഞിരിക്കണേ. ഫോർകാസ്റ്റ് റിഫ്ലക്ട് താഴേക്ക് താത്തി അതിൽ യുവർ പ്ലാൻ ഗെറ്റ് കൺവേർഷൻ ഫോർ വിത്ത് അവർ ആവറേജ്. അതിൽ വേറെ ഡേറ്റ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. സാധാരണ ചിലയിലൊക്കെ നമുക്ക് അതിൽ കാണിച്ചു തരാം എത്രയാണ് നമ്മുടെ ഇവിടെ പോയേ. ഇപ്പോഴാണ് വന്നത് അത് റിസൾട്ട് വന്നത്. യുവർ പ്ലാൻ ക്യാൻ ഗെറ്റ് 177 കൺവേർഷൻ 34K വിത്ത് 1.1 ആവറേജ് ഡെയിലി ബഡ്ജറ്റ്. 177 കൺവേർഷൻ കിട്ടാം. ആവറേജ് കോസ്റ്റ് പെർ അക്വിസിഷൻ 190. ഇത്രയും ക്ലിക്ക് കിട്ടാം, ഇംപ്രഷൻ കിട്ടാം, ഇത്തരം കോസ്റ്റ് കിട്ടാം, ക്ലിക്ക് ത്രൂ റേറ്റ് കിട്ടാം, ആവറേജ് CPC. നമുക്കതാണ് ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറയാ. ഐഡിയ കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും ഐഡിയ കിട്ടിയോ? ഇനി വീണ്ടും സ്ക്രീനിന്റെ ലെഫ്റ്റിൽ ക്യാമ്പയിൻസിലേക്ക് വന്ന് ക്യാമ്പയിൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇതിലേക്ക് വരും. വീണ്ടും അവിടെ ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അതിന്റെ താഴെ ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്ത് അപ്പൊ നമ്മുടെ ക്യാമ്പയിൻ വന്നു കണ്ടോ? അപ്പൊ നമ്മുടെ ക്യാമ്പയിൻ വന്നു. ക്ലിയർ?
ഇനി അവിടെ വീണ്ടും ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ക്ലിക്ക് ചെയ്ത് പ്രജീഷ് ആ വീണ്ടും ഞാൻ തന്നേക്കണ ഒരു ക്യാമ്പയിനൊക്കെ ചെയ്യാൻ പറഞ്ഞൊക്കെ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ചെയ്തിന് ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ അത് ഇതിലേക്ക് വിസിബിൾ ആയിട്ടില്ല. അത് കാണാൻ വീണ്ടും ചെയ്യാ, ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റണം ആ, കേട്ടോ. ആ, ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ക്ലിക്ക് ചെയ്തേ. അപ്പൊ നിങ്ങൾ അവിടെ ആഡ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് പറയാൻ പോകുന്നത്. ക്വാളിറ്റി സ്കോർ എന്ന് പറയും. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടേമാണ് ക്വാളിറ്റി സ്കോർ. എന്താണ് ക്വാളിറ്റി സ്കോർ എന്നാണ് പറയാ. ഒന്നും കൂടി പ്രജേഷ് സ്ക്രീൻ ഷെയർ ചെയ്തേ. എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്ര നേരം പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഞാൻ പറയാൻ പോകുന്നത്, ക്വാളിറ്റി സ്കോർ. നിങ്ങളുടെ ആഡ് ഓക്കെ. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്ന് ഞാൻ നിങ്ങൾ വേറെ ലെവലിലേക്കാണ്ട് കൊണ്ടുപോകണ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെടുത്ത് കല്യാൺ ഡെവലപ്പേഴ്സ് ഗൂഗിൾ എടുത്ത് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതെടുക്കാം. ഇത് ക്ലോസ് ചെയ്തോ. ഇനി നിങ്ങൾ മുകളിൽ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി ടൈപ്പ് ചെയ്ത് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ ആദ്യം വന്നിരിക്കുന്ന ആഡ് ആരുടെയാ പ്രജീഷ്? കല്യാൺ ഡെവലപ്പേഴ്സിന്റെ ആഡാ. രണ്ടാമത് വന്നിരിക്കുന്നതോ നാഷണൽ ബിൽഡേഴ്സ്. മൂന്നാമത് വന്നിരിക്കുന്നത് ക്ലാസിക് കൺസ്ട്രക്ഷൻസ്. നാലാമത് വന്നിരിക്കുന്ന 4 ആഡാ വന്നിരിക്കുന്നത്. പൈ മുകളിലേക്ക് പോട്ടെ. നിങ്ങൾ താഴേക്ക് മതി 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 മതി. എന്തുകൊണ്ട് കല്യാൺ ഡെവലപ്പേഴ്സിന്റെ ആഡ് ആദ്യം ഒന്നും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബിഡ് കൂടുതൽ കൊടുത്തിട്ടുണ്ടോ? ബിഡ് കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. അത് ഒരു റീസൺ ആണുള്ളൂ. പൈസ മാത്രം കൊടുത്തു എന്നും പറഞ്ഞിട്ട് അതിനെയാണ് പറയുന്നത് ആഡ് റാങ്ക്. ഇത് ആഡാണല്ലേ. 4 ആഡ് ഉണ്ട്. അതിലെ കല്യാൺ ഡെവലപ്പേഴ്സിന് ആദ്യം വന്നു, നാഷണൽ ബിൽഡേഴ്സിന് രണ്ടാമത് വന്നു, സ്പോൺസേഡ് ക്ലാസിക്കിന് മൂന്നാമത് വന്നു. അതിനാണ് പറയുന്നത് ആഡ് റാങ്ക്. കല്യാൺ ഡെവലപ്പേഴ്സ് ആഡ് റാങ്കിൽ ഒന്നാമതാണ്, നാഷണൽ ബിൽഡർ ആഡ് റാങ്കിൽ രണ്ടാമതാണ് എന്നാണ് അർത്ഥം. ആഡ് റാങ്ക് ക്ലിയർ. അപ്പൊ ആഡ് റാങ്ക് ചെയ്യാന്ന് പറയുന്നത് ഒന്ന് ബിഡിങ് ആണ്. എമൗണ്ട് എത്ര കൊടുക്കുന്നു, എമൗണ്ട് മാത്രം കൊടുത്തു എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആഡ് ഫസ്റ്റ് വരില്ല. ക്വാളിറ്റി സ്കോർ ഉണ്ട്. എല്ലാവരും ബുക്കിൽ എഴുതാട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് ക്വാളിറ്റി സ്കോർ. എല്ലാവരും പ്രധാനപ്പെട്ട ഒരു ടേമാണ് ക്വാളിറ്റി സ്കോർ. ക്വാളിറ്റി സ്കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി സ്കോർ എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങളുടെ ക്യാമ്പയിനിലേക്ക് വന്നേ. അതന്നെ അവിടെ നിങ്ങളുടെ ആഡ് ഗ്രൂപ്പ് PPC ട്രെയിനിങ് ഓപ്പൺ ചെയ്ത് എല്ലാവരും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. നിങ്ങളുടെ ആഡ് ഗ്രൂപ്പാണ് PPC ട്രെയിനിങ്. അതിലിട്ടിരിക്കുന്ന കീവേഡ് PPC ട്രെയിനിങ്, PPC കോഴ്സ്, PPC ക്ലാസ്സസ് എന്നാണ്. ഇനി ആ സ്ക്രീനിൽ ലെഫ്റ്റിലെ ആഡ്സ് ക്ലിക്ക് ചെയ്ത് ഈ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ ആഡ് ഗ്രൂപ്പിലുള്ള ആഡ് ആയിരിക്കും വരാം അല്ലെ. നിങ്ങൾ ആഡിൽ എഴുതിയിട്ടുണ്ട് PPC ട്രെയിനിങ് കോഴ്സ്, ഓൺലൈൻ ക്ലാസ് അവൈലബിൾ, നെക്സ്റ്റ് ബാച്ച്, കേരളാസ് നമ്പർ 1 SEO ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടുണ്ട്. കേരളാസ് നമ്പർ 1 PPC ട്രെയിൻ. അത് എഡിറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് വെച്ചേക്കാണുള്ളത്. താഴേക്ക് വരാം. അവിടെ PPC ട്രെയിൻ ചെയ്തിട്ടുണ്ട്. താഴേക്ക് അത് കറക്റ്റ് ആണ്. താഴേക്ക് വരാം. ഡിസ്ക്രിപ്ഷനിൽ കണ്ട അവിടെ PPC ഇൻസ്റ്റിറ്റ്യൂട്ട്. താഴേക്ക് വരാം. പ്രജീഷ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ശരിക്കും പഠിക്കും ആണോ? സ്ക്രീൻ ആര് ഷെയർ? ഞാൻ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണവരെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അതാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ PPC ട്രെയിനിങ് എന്ന് പറഞ്ഞ ആഡ് ഗ്രൂപ്പിലുള്ള കീവേഡും ഇതിലുള്ള ആഡും തമ്മിൽ വല്ല റിലേഷൻ ഉണ്ടോ?
പറയൂ. എല്ലാരും പോയ വിടണില്ലേ? ഒന്നുകൂടി പറയൂ സാറേ. PPC എന്ന് പറഞ്ഞ ആഡ് ഗ്രൂപ്പിലുള്ള കീവേഡും ആ ആഡ് ഗ്രൂപ്പിലുള്ള ആഡ് തമ്മിൽ വല്ല കണക്ഷൻ ഉണ്ടോന്നാ ചോദിച്ചത്. അതുണ്ടാവുമല്ലോ സാധനം. അതിലുള്ള കീവേഡ്സ് തന്നെയാണല്ലോ നമ്മൾ ഇതിൽ കണക്ഷൻ ഉണ്ട്. കണക്ഷൻ ഉണ്ട്. അല്ല, PPC എന്ന് പറഞ്ഞാൽ അടിക്കുമ്പോൾ വരുന്ന ആഡും PPC ആയിട്ട് ബന്ധമുള്ളതാണ്. അങ്ങനെ കണക്ഷൻ ഉണ്ടാവുമ്പോൾ നമ്മുടെ ക്വാളിറ്റി സ്കോർ കൂടും. നിങ്ങളുടെ കീവേഡ് PPC ട്രെയിനിങ് എന്ന് പറഞ്ഞ കീവേഡാണ്. എന്നിട്ട് ആഡിൽ നിങ്ങൾ എഴുതി വെച്ചേക്കാണ് SEO ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആഡ് മൊത്തം. അപ്പോൾ നിങ്ങളുടെ ആഡും ഈ കീവേഡും തമ്മിൽ ബന്ധമില്ല. അപ്പൊ നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ താഴേക്ക് പോവും. ക്വാളിറ്റി സ്കോർ താഴേക്ക് പോയാൽ നിങ്ങളുടെ ആഡ് ഗൂഗിൾ കാണിക്കില്ല, എത്ര പൈസ കൊടുത്താലും. പൈസ കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഒരാൾ ഗൂഗിൾ ചെയ്തിട്ട് PPC ട്രെയിനിങ് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ SEO എന്നാണ് കാണിക്കണമെങ്കിൽ അത് നമ്മൾ ആ യൂസർ സെർച്ച് ചെയ്യണവൻ കൺഫ്യൂസ്ഡ് ആയി പോവും. അവൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ല, അവൻ അവിടെ എക്സിറ്റ് അടിച്ചു പോവും. അത് ഗൂഗിളിന്റെ ക്രെഡിബിലിറ്റിനെ ബാധിക്കും. പൈസ കൊടുത്തൊന്നും പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതുമായി ബന്ധമില്ലാത്ത ആഡ് ഗൂഗിൾ കാണിക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? Yes, sir. ക്വാളിറ്റി സ്കോർ ഏറ്റവും മാക്സിമം 10 ആണ്. നമുക്ക് എങ്ങനെയാണ് ക്വാളിറ്റി സ്കോർ കാണാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്വാളിറ്റി സ്കോർ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും 10ൽ 3 ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മുടെ ആഡ് ചിലപ്പോൾ കാണിക്കില്ല ഗൂഗിൾ. ക്വാളിറ്റി സ്കോർ കൂടുന്തോറും നമ്മുടെ ആഡ് കൂടുതൽ കാണിക്കും. ഇപ്പൊ ക്വാളിറ്റി സ്കോർ 10ൽ 10 ഉണ്ടെന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി ആണെന്നാണ് അർത്ഥം. അപ്പൊ ഈ ആഡിന്റെ കീവേഡും ആഡും തമ്മിൽ ഒരു കണക്ഷൻ വേണം. അതാണ് ക്വാളിറ്റി സ്കോറിന്റെ ഒരു പാരാമീറ്റർ. രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ആഡ് ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണോ പോകുന്നത്, അതായത് ഫൈനൽ URL ലാൻഡിംഗ് പേജ്, ആ ലാൻഡിംഗ് പേജിലുള്ള കണ്ടന്റും ഈ ആഡും തമ്മിൽ ബന്ധം വേണം. PPC ട്രെയിനിങ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ പോയി ലാൻഡ് ചെയ്യുന്ന ഒരു മാട്രിമോണിയൽ പേജ് ആവരുത്. അപ്പോൾ അത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ അങ്ങനെ അത് തമ്മിൽ യാതൊരു ബന്ധമില്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി സ്കോർ വീണ്ടും താഴേക്ക് പോകും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? Yes, sir. ക്ലിയർ. അപ്പൊ എങ്ങനെയാണ് ഗൂഗിൾ ആഡ് റാങ്ക് ചെയ്യാന്നുള്ളത്? പ്രജീഷ് ഒരു എക്സൽ ഷീറ്റ് എടുത്താൽ പ്ലീസ്. അവിടെ എക്സൽ ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക കീവേഡ്സ്. ടൈപ്പ് ചെയ്യൂ കീവേഡ്സ്. കീവേഡ്സ് എന്ന് പറയുന്നത് ഒറ്റ വേർഡാണ് കേട്ടോ. ഞാൻ വേറെ വാക്കുകളിൽ നിങ്ങൾ സ്പെല്ലിങ് തെറ്റിയാലും കുഴപ്പമില്ല. കീവേഡ്സിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് W സ്മോൾ ലെറ്റർ ആക്കുക. അത് നിങ്ങൾ ആരും തെറ്റിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ അത് കറക്റ്റ് ചെയ്തത്. ബാക്കി നിങ്ങൾ എന്ത് സ്പെല്ലിങ് തെറ്റിയാലും കുഴപ്പമില്ല, കീവേഡ്സ് എന്നുള്ളത് തെറ്റിക്കരുത്. കീവേഡ്സ് കഴിഞ്ഞിട്ട് കോസ്റ്റ് പെർ ക്ലിക്ക്, കോസ്റ്റ് പെർ ക്ലിക്ക്. സിയുടെ പടിക്ക് മൗസ് പോട്ടെ എന്ന് കാണട്ടെ. എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതന്നെ. ഓക്കെ. അവിടെ കോസ്റ്റ് പെർ ക്ലിക്ക് ആണ്. അവിടെ ക്വാളിറ്റി സ്കോർ അല്ലെങ്കിൽ QS. ക്വാളിറ്റി സ്കോർ ഫുൾ എഴുതിക്കോ. നിങ്ങൾ അവിടെ ക്വാളിറ്റി സ്കോർ ഫുൾ എഴുതാം. എന്നിട്ട് ബ്രാക്കറ്റിലാണ് QS. അത് കഴിഞ്ഞിട്ട് അവിടെ എഴുതാം ടോട്ടൽ. അത് കഴിഞ്ഞിട്ട് എഴുതാം ആഡ് റാങ്ക്, AD സ്പേസ് റാങ്ക്.
ആഡ് റാങ്ക്. ഓക്കെ, ഇനി നിങ്ങൾ കീവേഡ്സിന് മുന്നേ വേറൊരു ഒരു കോളം കൂടി സ്റ്റാർട്ട് ചെയ്യാമോ? കീവേഡ്സ് അല്ല കേട്ടോ, വേണ്ട, സോറി. കീവേഡ് അവർ ഒരു കോളം സ്റ്റാർട്ട് ചെയ്യും. ശരിയാണ്, കോളംസ്, ഇൻസെർട്ട് കോളംസ്. ഓക്കെ, അവിടെ ടൈപ്പ് ചെയ്യുക ബ്രാൻഡ്. ഇനി അവിടെ ടൈപ്പ് ചെയ്യുക കല്യാൺ ഡെവലപ്പേഴ്സ്. കല്യാൺ മാത്രം മതി, കല്യാൺ. ഓക്കെ, ഇനി അവിടെ കീവേഡ് എഴുതാ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. പെട്ടെന്ന് ആവട്ടെ, ഭയങ്കര സ്ലോ ആണ്. ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. കോസ്റ്റ് പെർ ക്ലിക്ക് കൊടുക്കുക 50 രൂപ. ഓക്കെ, അവിടെ നിൽക്കട്ടെ, അങ്ങനെ നിൽക്കട്ടെ. അതിന്റെ വീണ്ടും കല്യാണിന്റെ താഴെ എഴുതാ ട്രിനിറ്റി. വെരി ഗുഡ്. ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി, സെയിം കീവേഡ്. അവിടെ കൊടുക്കുക 30. ഇനി ട്രിനിറ്റിയുടെ താഴെ കൊടുക്കുക അസറ്റ്. ഓക്കെ, അസറ്റിന് ASSET കൊടുക്കുക, അസറ്റ്. ഇനി വീണ്ടും ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി 25. ഈ സിനാരിയോയിൽ ആരുടെ ആടാണ് ആദ്യം വരാ? കല്യാൺ. റേറ്റ് വെച്ചാണെങ്കിൽ കല്യാണമാണ് വരേണ്ടത്. കല്യാണാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് അല്ലേ? അവരുടെ ആഡാണ് വരാം. ഞാൻ നേരത്തെ പറഞ്ഞു ക്വാളിറ്റി സ്കോർ എന്ന് പറയുന്നത് മാക്സിമം 10 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ കല്യാണിന്റെ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി കല്യാണിന്റെ നേരെയുള്ള ക്വാളിറ്റി സ്കോറിൽ എഴുതാൻ 3 എന്ന് എഴുതാം. 3. വെരി ഗുഡ്. ട്രിനിറ്റിയുടെ എഴുതാ 6. ഓക്കെ, അത് എഴുതാ 8. അതിന്റെ ടോട്ടലിന് താഴെ എഴുതാ 3, 150, 180, 200. ഈ സിനാരിയോയിൽ ആരുടെ ആഡാണ് ആദ്യം വരാ? അസറ്റ്. അസറ്റിന്റെ ആയിരിക്കും. അതായത് ആഡ് റാങ്ക് എന്ന് പറയുന്നത് ക്വാളിറ്റി സ്കോർ ഇൻറ്റു കോസ്റ്റ് പെർ ക്ലിക്ക് ആണ്. മനസ്സിലായോ? ആദ്യം അപ്പൊ കല്യാണിന്റെ ഗൂഗിൾ ആഡ് ചെയ്യണവന് കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്നില്ല. അതുകൊണ്ടാണ് അവന്റെ ക്വാളിറ്റി സ്കോർ മോശം. അവൻ ഒരു ക്ലിക്കിന് 50 രൂപ കൊടുത്തിട്ട് പോലും അവന്റെ ആഡ് ഫസ്റ്റ് വരുന്നില്ല. അസറ്റിന് വേണ്ടിയിട്ട് ഗൂഗിൾ ആഡ് ചെയ്യണവൻ ഒരു ക്ലിക്കിന് 25 രൂപ കൊടുക്കണുള്ളൂ, എന്നിട്ടും അവന്റെ ആഡാണ് ഫസ്റ്റ്. അതിന്റെ അർത്ഥം ക്വാളിറ്റി സ്കോർ കൂടുന്തോറും നമുക്ക് കോസ്റ്റ് പെർ ക്ലിക്ക് കുറച്ച് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇനി ഈ സ്ഥാനത്ത് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചിയുടെ ക്വാളിറ്റി സ്കോർ 5 ഉണ്ടെന്ന് വിചാരിക്കുക, അല്ല കല്യാണ്ട്, അപ്പൊ 250 ആയി. അപ്പൊ കല്യാണ്ട് ആദ്യം വരും. ക്ലിയർ ആയോ? അപ്പോഴും അത് കറക്റ്റ് അപ്രോച്ചിൽ ആൾ ഒരുപാട് പൈസ കൊടുക്കുകയാണ്. ക്വാളിറ്റി സ്കോർ നിങ്ങൾ കൂടുതലാക്കി അത്രയും കോസ്റ്റ് പെർ ക്ലിക്ക് കുറവ് മതി. നമ്മുടെ ആഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. എങ്ങനെയാണ് ഗൂഗിൾ ആഡ് റാങ്ക് ചെയ്യണമെന്ന് മനസ്സിലായോ? യെസ് സർ. നിങ്ങൾ വെറുതെ ബിഡ് എന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നേ, ഇപ്പൊ അതല്ലാന്ന് മനസ്സിലായല്ലോ. ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ഇല്ല. യെസ് സർ. ഇൻട്രസ്റ്റിംഗ്. കുറച്ചും കൂടി ഇത് ക്ലാരിറ്റി ആയോ? ഞാൻ പറഞ്ഞു നിങ്ങൾ ചെല്ലുന്നതോറും ഞാൻ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാ. അടുത്ത ലെവലിലേക്ക് എങ്ങനെയാണ്, എന്താണ് ആഡ് റാങ്ക്, ക്വാളിറ്റി സ്കോർ. നമുക്കിനി നമ്മുടെ ക്വാളിറ്റി സ്കോർ കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. വീണ്ടും ക്യാമ്പയിനിലേക്ക് വരാം. ഞാൻ ഓരോ ഏരിയയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണം. നിങ്ങൾ തന്നെ ടൈം കിട്ടുമ്പോൾ ഒരുപാട് എഫേർട്ട് ഇടാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എക്സൽ ഷീറ്റ് എടുത്തിട്ട് കാണിച്ചു തന്നെ, അത്ര എഫേർട്ട് ഇട്ട് കാണിച്ചതിന്റെ കാരണം അതാ. വീണ്ടും ക്യാമ്പയിൻസ് എടുത്ത് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ഓപ്പൺ ചെയ്യാം.
PPC ട്രെയിനിങ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഓരോ കീവേഡിന്റെയും ക്വാളിറ്റി സ്കോർ അറിയാം. അതറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കോളംസ് എന്ന് പറഞ്ഞ ഹെഡിങ് കണ്ടോ? മൗസ് പയ്യെ റൈറ്റിലേക്ക് നീക്കുക. ഗുഡ്. ക്ലിക്ക് ചെയ്യുക. കോളംസ്. അവിടെ സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ കണ്ടോ? തൊട്ട് മുകളിൽ, അതിന്റെ മുകളിൽ അവിടെ കണ്ടോ? അതിന് ലെഫ്റ്റിൽ കണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യുക. ക്വാളിറ്റി സ്കോർ എന്ന് ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യുക. ക്വാളിറ്റി സ്കോർ എന്നിട്ട് അവിടെ വന്നു. അത് ബാക്കടിക്കും. ആ ആ പോട്ടെ. ആ അത് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് വൺ അപ്ലൈ അടിക്കുക. ഇത് സ്ക്രീൻ റൈറ്റിലേക്ക് നീക്കി. റൈറ്റിൽ കണ്ടോ ക്വാളിറ്റി സ്കോർ എന്ന് കണ്ടോ? ഒരു ഹെഡിങ് കണ്ടോ? അതിന്റെ മുകളിൽ അവിടെ കാണിക്കും നമ്മുടെ ക്വാളിറ്റി സ്കോർ. ആ ഓരോന്നിനും അതിന് അവിടെ കാണിക്കും. നിങ്ങൾ മൗസ് വെച്ച് ഫസ്റ്റ് ക്വാളിറ്റി സ്കോറിനോടൊക്കെ അവിടെ അതിന് തൊട്ട് അവിടെ വയ്ക്കാം. അവിടെ കാണിക്കും 6 ഔട്ട് ഓഫ് 10. രണ്ടാമത്തെ കീവേഡ് ആണെങ്കിൽ എത്രയാന്ന് വെച്ച് രണ്ടാമത്തെ കീവേഡിലേക്ക് താഴേക്ക് തൊട്ട് താഴെ അവിടെയാണെങ്കിൽ കാണിക്കും 5 ഔട്ട് ഓഫ് 10. അപ്പൊ നിങ്ങളുടെ കീവേഡും ആഡൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ ഇല്ലെങ്കിൽ അത് ആഡ് ലൈവ് ആകുമ്പോൾ കാണിക്കുന്നതാണ്. എന്താണ് ക്വാളിറ്റി സ്കോർ? മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? Yes, sir. ഇൻട്രസ്റ്റിംഗ്. എങ്ങനെയാണ് ഗൂഗിൾ ആഡ് റാങ്ക് ആയിടുന്നത് മനസ്സിലായോ? Yes, sir. മനസ്സിലായി. ക്ലിയർ? എല്ലാവരും ക്ലിയർ ആണോ? യെസ് സർ. കുറച്ചും കൂടി ഐഡിയ കിട്ടിയോ ശ്രുതി? കിട്ടി സർ. എങ്ങനെയാണ് പുതിയ കീവേഡുകൾ കണ്ടെത്താം? അതുപോലെ തന്നെ എന്താണ് ആഡ് എക്സ്റ്റൻഷൻ, ലീഡ് ജനറേഷൻ, ക്വാളിറ്റി സ്കോർ എങ്ങനെ കണ്ടെത്താം, എങ്ങനെയാണ് ആഡ് റാങ്ക്, എന്തുകൊണ്ടാണ് ഞാൻ ആഡ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറയുന്നത്, ഇമ്പോർട്ടൻസ് എന്താണ്, നിങ്ങൾ പോകുന്ന പേജ്, ലാൻഡിംഗ് പേജ്, ഫൈനൽ URL ഇമ്പോർട്ടൻസ്. നിങ്ങൾ വെറുതെ ഒരു ലാൻഡിംഗ് പേജ് കൊടുക്കുമ്പോൾ കാര്യമില്ല, നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ നല്ലതാവണം എന്നില്ല. ഓക്കെ, എല്ലാവരും ഇതിപ്പോ ഇത്ര നേരം പറഞ്ഞതും ആ ലീഡിന്റെ ഒരു ഫോം ഉണ്ട്, അതൊക്കെ ക്രിയേറ്റ് ചെയ്യുക, സൈറ്റ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുക, ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യാം. ഓക്കെ, അതേപോലെ പ്രജീഷ് ഞാൻ ആ പറഞ്ഞ ക്യാമ്പയിൻ ഒക്കെ ചെയ്യാം കേട്ടോ. ശരി.